അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അത്രേ, അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അള്ളാഹുവിൻ്റെ ഹബീബെ, താങ്കൾ എന്നിലേക്ക് എല്ലാവരെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും ഇഷ്ടപ്പെട്ടതാണ്. ഇല്ലാ മിൻ നഫ്സി, എൻ്റെ ശരീരത്തെക്കാൾ ഒഴികെ. അതായത് ഞാൻ എൻ്റെ ശരീരം ഇഷ്ടപ്പെടുന്നു, അതിനുശേഷം മറ്റെല്ലാത്തിനേക്കാളും കൂടുതലായി താങ്കളെ ഇഷ്ടപ്പെടുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, ഉമർ അങ്ങനെയായാൽ പോരാ. ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, ഞാൻ നിന്നിലേക്ക് നിന്റെ ശരീരത്തേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ളതാവണം. അപ്പോഴാണ് പരിപൂർണ മുഅ്മിനാകുന്നത്. നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കണം. അപ്പോഴാണ് നിന്റെ ഈമാൻ പൂർണ്ണമാകുന്നത്. ആ സമയത്ത് മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, വല്ലാഹി അൻത അൽ ആൻ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഈ നിമിഷം മുതൽ, ഈ സെക്കൻഡ് മുതൽ പ്രവാചകരെ, അങ്ങാണ് എൻ്റെ ശരീരത്തേക്കാൾ കൂടുതലായി എനിക്കിഷ്ടമുള്ളത്. എന്തിനേക്കാളും കൂടുതൽ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് നീ യഥാർത്ഥ സ്നേഹിയായത്. ഇപ്പോഴാണ് നിന്റെ പരിപൂർണമായ ഈമാൻ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക, എത്രത്തോളമാണ് പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്. ഈ ആശയം വരുന്നൊരു ഹദീസ് മുമ്പ് പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുലുദിഹി വന്നാസി അജ്മഈൻ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്വന്തം മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അതിനേക്കാളൊക്കെ ഉപരിയായി പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ പരിപൂർണമാകുന്നത് എന്നാണ് ഹദീസ് വചനം പറഞ്ഞത്. അത്രത്തോളം നമ്മുടെ ഹൃദയം ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് കിടക്കണം. ജീവിതത്തിലും മരണത്തിലും മരണശേഷവും മഹ്ശറിലും ഏതൊരു സമയത്തും സമുദായത്തിന് വേണ്ടി മാത്രം ജീവിച്ച, സമുദായത്തിൻ്റെ ഗുണം കാംക്ഷിക്കുന്ന ആ പ്രവാചകന് വേണ്ടി നാം നമ്മുടെ മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും ഫസ്റ്റ് ചോയ്സ് അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം. അപ്പോഴാണ് നാം പരിപൂർണ വിശ്വാസിയാകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.